നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ദോഷമായിട്ട് തീരത്തില്ല. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള പലതും നിങ്ങൾക്ക് ദോഷകരമായിട്ട് തീരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-7 വാക്യങ്ങളിൽ യോസഫ് തൻ്റെ സഹോദരന്മാരോട് സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ജോസഫ് ഇപ്രകാരമാണ് പറയുന്നത്: എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. 7-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു എന്ന്. യോസഫ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ കഷ്ടതകളെ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ സഹോദരന്മാർക്കെതിരെ ചിന്തിക്കാതെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ദൈവത്തിൻ്റെ കരവും അതിൻ്റെ പിന്നിലുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതികളും തിരിച്ചറിഞ്ഞിട്ട് പ്രതികാരം ചെയ്യുമെന്ന് ചിന്തിച്ചതായ സഹോദരന്മാർക്ക് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ദോഷത്തിനായി തീരും എന്നുള്ളതായ ചിന്ത മനുഷ്യനെ ഭരിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ നാം അതിനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ദോഷമായിട്ട് തീരില്ല എന്നുള്ളതാണ്. എന്നാൽ നാം തിരഞ്ഞെടുക്കുന്നതായ ചില തിരഞ്ഞെടുപ്പുകൾ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷകരമായി തീരും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഈ ലോകത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ മനുഷ്യന് മാത്രമേ തിന്മ ചെയ്യുവാനുള്ളതായ സ്വാതന്ത്ര്യം ഉള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദോഷകരമായി ചിലത് സംഭവിക്കുന്നു എന്നുള്ളതായ ചിന്ത ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അവർ ചിന്തിക്കുന്നത് അത് സംഭവിക്കുവാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത അവരെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒന്നും മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദോഷകരമായി സംഭവിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതാണ് ജോസഫിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ഒരിക്കലും നമുക്ക് മറ്റൊരു മനുഷ്യൻ്റെ ഇരയാകിയിരിക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും ദൈവിക പദ്ധതികളുടെയും ദൈവിക ഉദ്ദേശങ്ങളുടെയും ബലിയാടുകളായിട്ട് നാം തീരാറുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ബലിയാടായിട്ട് വേറൊരു മനുഷ്യൻ്റെ ഇരയായിട്ട് തീരരുത്. നാം അങ്ങനെ തീർന്നാൽ അതായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ സമയമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയെ, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ ബലിയാടാക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം അവന് കൊടുത്തതായ സ്വാതന്ത്ര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ളതാണ്. ദൈവം തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം കൊടുത്തു. ആ തിരഞ്ഞെടുപ്പിനുള്ളതായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് തെറ്റ് തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ സൃഷ്ടിച്ചു. ആ തിരഞ്ഞെടുപ്പ് പലപ്പോഴും മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റായ രീതിയിലുള്ളതായ തിരഞ്ഞെടുപ്പുകളാണ്. ഈ തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യത്തിന് ദൈവം ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെതായ ആ സ്വാതന്ത്ര്യം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കയ്യിലല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു തോക്കെടുത്ത് ഒരു വ്യക്തിയെ വെടിവെക്കുകയാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ വെടിവെക്കുമ്പോൾ അതിൻ്റെ കാഞ്ചി വലിക്കുന്നത് വരെ കാര്യങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനനുസരിച്ചാണ്. എന്നാൽ കാഞ്ചി വലിച്ച വെടി അദ്ദേഹത്തിന് ഏൽക്കുമ്പോൾ കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുകയാണ് ചെയ്യുന്നത്. അതായത് വെടിയേറ്റ വ്യക്തി മരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, വലിയവനായിരിക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ വെടിയേൽക്കുന്ന വ്യക്തി മരിക്കാം, ചിലപ്പോൾ മരിക്കാതിരിക്കാം. അത് നിശ്ചയിക്കുന്നത് വലിയവനായിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, തിരഞ്ഞെടുപ്പാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നൽകുന്നത് ദൈവമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ്, ദൈവം നൽകിയതായ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കും. ദൈവം ആദത്തോടും ഹൗവയോടും പറഞ്ഞത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ തന്നെയാണ് എന്നിവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റായ തിരഞ്ഞെടുപ്പായിരുന്നു എന്നും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. നാം എപ്പോഴും ഓർക്കേണ്ടതായ ഒരു വലിയ കാര്യം, ഒരു വലിയ സത്യം ഇതാണ്: ദൈവം തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം തന്നപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്കെന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാനുള്ളതായ സ്വാതന്ത്ര്യം നമുക്കില്ല എന്ന് നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കുക, ഈ ലോകത്തിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ ഇരയായി ബലിയാടായി തീരുവാൻ കഴിയത്തില്ല, ഇരിക്കുവാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം തരുന്നത് ദൈവമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പരിണിത ഫലമാണ്. എന്നാൽ
യോസഫിൻ്റെ ജീവിതം നാം നോക്കിക്കേ. യോസഫിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പരിണിത ഫലമല്ല അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും. അവൻ്റെ സഹോദരന്മാരുടെ തിരഞ്ഞെടുപ്പാണ് അവിടെ കാണുന്നത്. മിസ്രൈമ്യ കച്ചവടക്കാർക്ക് അവനെ വിൽക്കാമെന്നുള്ള തിരഞ്ഞെടുപ്പ് യോസഫിൻ്റെ സഹോദരന്മാരുടെ തിരഞ്ഞെടുപ്പാണ്. അവനെ പൊട്ടക്കിണറ്റിൽ ഇടാമെന്നുള്ളതായ തിരഞ്ഞെടുപ്പ് അവൻ്റെ സഹോദരന്മാരുടെ തിരഞ്ഞെടുപ്പാണ്. എന്നാൽ അതിൻ്റെ ഫലങ്ങളെ തീരുമാനിച്ചത് വലിയവനായിരിക്കുന്ന ദൈവമാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. പലപ്പോഴും പലരും പറയുന്നതായ ഒരു കാര്യം ഇതാണ്: അവർ എന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെക്കാൾ മോശപ്പെട്ടതായ അനേകർ ഇല്ലേ? പക്ഷേ അവരാരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മളെക്കാട്ടിൽ മോശപ്പെട്ടതായ ജീവിത നിലവാരങ്ങൾ, മോശപ്പെട്ടതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. പക്ഷേ അവരാരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ നാം അങ്ങനെ പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ആ ദൈവിക ഉദ്ദേശത്തോടു കൂടെയാണ് എന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ തന്നെ എപ്പോഴും മനസ്സിലാക്കുക, യോസഫിനെ തൻ്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞിട്ടും യോസഫ് ഒരിക്കലും അവരുടെ ഇരയായിരുന്നില്ല. ഒരിക്കലും അവൻ അവരുടെ ബലിയാടായിരുന്നില്ല. അവൻ വലിയവനായ ദൈവത്തിൻ്റെ ബലിയാടായിരുന്നു. അല്ലെങ്കിൽ ആ ദൈവിക പദ്ധതികളുടെ, ആ ദൈവിക ഉദ്ദേശത്തിൻ്റെ ബലിയാടായിരുന്നു യോസഫ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: ഒരിക്കലും ഒരു മനുഷ്യനും വേറൊരു മനുഷ്യൻ്റെ ഇരയായിരിക്കുവാൻ, ബലിയാടായിരിക്കുവാൻ കഴിയത്തില്ല. കാരണം ഒരുപക്ഷെ അങ്ങനെ ഒരു ബലിയാടാണ്, ഒരു ഇരയാണ് എന്ന രൂപത്തിൽ ആക്ട് ചെയ്യുവാനായിട്ട് കഴിയുമായിരിക്കും. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവിക പദ്ധതികളുടെ, ദൈവിക തീരുമാനങ്ങളുടെ ബലിയാടുകളാകണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇരകളായിട്ട് നാം മാറണം. മനുഷ്യരുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്ന, മനുഷ്യരുടെ മുമ്പിൽ വെറും ഇരയായിട്ട് നാട്യം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ഒരു നല്ല മനുഷ്യനായി മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ മറ്റുള്ളവരുടെ ഇരയായിട്ട് നടിക്കരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാം നമ്മുടെ ആവശ്യങ്ങളെ പങ്കുവെക്കുമ്പോഴാണ് പലപ്പോഴും നാം അവരുടെ ഇരകളായിട്ട് മാറുന്നത്. അതൊരു പക്ഷേ നാം നമ്മുടെ മക്കളുടെ മുമ്പിലോ ഭാര്യയുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ളതായ സാഹചര്യങ്ങളിലോ മറ്റുള്ളതായ ആവശ്യങ്ങളിലോ ആയിട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ നാം അവരുടെ മുമ്പിൽ ഇരയായിട്ട് നടിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തോൽക്കുവാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നു കൊടുക്കരുത്. ദൈവത്തിൻ്റെ വചനം അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നാം ജയാളികളാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതായ
ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, ഒരു വിജയപ്രദമാകുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.